രജനീഷ് ചിത്രമായ വേട്ടയൻ എന്ന സിനിമയുടെ ഒരു ടീസർ ഇപ്പോൾ വരുന്നു. അടുത്ത മാസം ഏപ്രിൽ 14-നായിരിക്കും ഈ സിനിമയുടെ ടീസർ പുറത്തുവരികയെന്നാണ് അറിയാൻ കഴിയുന്നത്. വിജയ് ചിത്രം ഗോട്ട് സിനിമയുടെ ഫസ്റ്റ് സിംഗിൾ ഇപ്പോൾ വരുന്നു. അടുത്ത മാസം ഏപ്രിൽ 14-നായിരിക്കും ഈ സിനിമയുടെ ഫസ്റ്റ് സിംഗിൾ വരിക എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. കൂടാതെ തന്നെ അർച്ചന കലപ്പാത്തി ഇത് കൺഫേം ചെയ്തിട്ടും കൂടിയുണ്ട്. സൂര്യനാനിക്ക് കാർത്തിക് സുബരാജിന്റെ ഒരു ചിത്രം ഇപ്പോഴത്തെ ഒഫീഷ്യലായി തന്നെ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. സിനിമ നിർമ്മിക്കുന്നത് സൂര്യയുടെ 2D എന്റർടൈൻമെന്റ്സും കാർത്തിക് സുബരാജിന്റെ സ്റ്റോൺ ബെഞ്ച് ഫിലിംസും കൂടിയാണ്. ഈ സിനിമ ലവിനും അതുപോലെ ആക്ഷനും പ്രാധാന്യമുള്ള ഒരു ചിത്രം കൂടിയായിരിക്കും. പോർത്തുകളിൽ എന്ന സിനിമയ്ക്ക് ശേഷം അശോക് സെൽവനും സംവിധായകനായ അനീഷ് രാജയും ഒന്നിക്കുന്ന ഒരു ചിത്രമായിരുന്നു. ഈ സിനിമ ഇപ്പോഴത്തെ കമൽഹാസൻ സിനിമയായ സത്യ എന്ന സിനിമയുടെ ഒരു റീമേക്ക് ആകുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. കമൽഹാസൻ ചിത്രമായ തഗ് ലൈഫ് സിനിമയിൽ നിന്ന് ജയം രവി പിന്മാറിയെന്ന വാർത്തകൾ കുറച്ചു മുമ്പായിരുന്നു പുറത്തുവന്നത്. ഇപ്പോഴത്തെ ആ ജയം രവിയുടെ റോളിൽ ഇപ്പോഴത്തെ നിവിൻ പോളിയോ അല്ലെങ്കിൽ തമിഴിൽ നിന്ന് അരവിന്ദ് സ്വാമി ആയിരിക്കും എത്തുക എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. വിജയുടെ മകനായ ജെയ്സൺ സഞ്ജയ് സംവിധാനം ചെയ്യുന്ന അടുത്ത ചിത്രമാണ് ലൈക്ക പ്രൊഡക്ഷൻസ് നിർമ്മിക്കുന്ന ഒരു ചിത്രം. ഈ സിനിമ ഇപ്പോഴത്തെ ഒരു ക്രിക്കറ്റിനെ ബേസ് ചെയ്ത് ഇറക്കുന്ന ഒരു സിനിമയായിരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സിനിമയിൽ നായികയായി ഒരു പക്ഷേ കവിനോ അല്ലെങ്കിൽ ധ്രുവ വിക്രമായിരിക്കും എത്തുക. കാർത്തി ലോകേഷ് കോമ്പയിൽ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണല്ലോ കൈദി 2. സിനിമയെക്കുറിച്ച് ലോകേഷ് ഒരു അപ്ഡേറ്റ് ഇപ്പോൾ തന്നിരിക്കുകയാണ്. ഈ സിനിമയുടെ ഷൂട്ട് ഇപ്പോഴത്തെ രജനി ചിത്രം കംപ്ലീറ്റ് ആയതിനു ശേഷം ഒരു മാസം കഴിഞ്ഞതും തുടങ്ങുമെന്നാണ് ഇപ്പോൾ ലോകേഷ് തന്നെ പറഞ്ഞിരിക്കുന്നത്. യാഷ് നായകനാവുന്ന പുതിയ ചിത്രമാണ് ടോക്സിക് എന്ന ചിത്രം. സിനിമയിൽ കരീന കപൂറും ഒരു പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. ഇപ്പോഴത്തെ ഈ സിനിമയിൽ യാഷിൻ്റെ സിസ്റ്ററായിട്ടായിരിക്കും കരീന കപൂർ എത്തുക എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. സിനിമയിൽ നായികമാരായി ശ്രുതി ഹാസൻ, സായി പല്ലവി, കിയാര അഡ്വാനിയും എത്തിയേക്കുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ. ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ഈ സിനിമ ഒരു ഗാങ്സ്റ്റർ ഫിലിമും കൂടിയാണ്. പൃഥ്വിരാജ് ചിത്രമായ ആടുജീവിതം എന്ന സിനിമയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ ഇപ്പോഴത്തെ ടീം അംഗങ്ങൾ തന്നെ ഒഫീഷ്യലായി തന്നെ ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. സിനിമ വേൾഡ് വൈഡായി ഇപ്പോഴത്തെ 16.7 കോടിയാണ് ചിത്രം നേടിയിരിക്കുന്നത്. സിനിമയുടെ കേരള FD 5.83 കോടിയും കൂടിയാണ്. എന്തായാലും ഈ സിനിമ അടുത്തൊരു 100 കോടി 200 കോടി നേടുമെന്ന് പ്രതീക്ഷിക്കാം. രജനി നായകൻ ലോകേഷ് സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിൻ്റെ ഒരു പോസ്റ്റർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ഗംഭീര ലുക്കിലാണ് ഈ സിനിമയിൽ രജനി എത്തുക എന്നാണ് ഇപ്പോൾ ഏറെക്കുറെ കൺഫേം ആയിരിക്കുകയാണ്. എന്നാലും ഈ സിനിമ ഒരു പക്ക ആക്ഷൻ ഫിലിമും കൂടിയാണ്. സിനിമയുടെ ഒരു ടീസർ ഇപ്പോഴത്തെ ഏപ്രിൽ 22-ന് റിലീസ് ഉണ്ടാകുമെന്ന് ഇപ്പോൾ കൺഫേം ആയിരിക്കുകയാണ്. അജിത്തിൻ്റെ നായകൻ ആദിക് രവിചന്ദ്രൻ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമാണ് ഗുഡ് ബൈഡ് അഗ്ലി എന്ന ചിത്രം. സിനിമയിൽ ഇപ്പോഴത്തെ അജിത്ത് ഒരു ട്രിപ്പിൾ റോളിലായിരിക്കും എത്തുക എന്നാണ് അറിയാൻ കഴിയുന്നത്. 2006-ൽ അജിത്തിൻ്റെതായി പുറത്തിറങ്ങിയ വരലാർ എന്ന സിനിമയ്ക്ക് ശേഷമാണ് അജിത്ത് വീണ്ടും ഇപ്പോൾ ട്രിപ്പിൾ റോളിൽ എത്തുന്നത്.